ചെയ്യുന്ന ഒരു വ്ളോഗാണ്. എന്ത് വ്ളോഗാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡബ്ലിനിലേക്ക് പോവുകയാണ്, തിരിച്ചു പോവാണ് അയർലൻഡിലേക്ക്. അപ്പം നമ്മൾ കൊച്ചി ടു ദുബായ് ഒരു ഫ്ലൈറ്റ്, ദുബായും പിന്നെ അയർലൻഡിലേക്ക് അങ്ങനെയാണ്. സോ ഇപ്പം നമ്മളുള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര സമയമായത്? ഇപ്പോൾ സമയം രാവിലെ 2:30 മണിയായി. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് 9:30-ക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് നേരത്തെയാണ് വന്നിരിക്കുന്നത്. കാരണം നാളെ ഹർത്താൽ, അതായത് ഇന്ന് മോർണിംഗ് 6 o'clock തൊട്ട് ഹർത്താലാണ്. അപ്പം ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. സോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വരേണ്ടി വന്നു. അപ്പം നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇവിടെ വന്ന് എന്താ ചെയ്യുക, പുറത്ത് നിൽക്കേണ്ടി വരുമോ, ഇവർ കയറ്റി വിടുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് അവർ എൻട്രി തരും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടിരിക്കാം. ഇവിടെ കുറേ ചെയർസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്, ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ്, കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. സോ നമ്മളിവിടെ ഒരു ഏകദേശം ചെക്ക് ഇൻ ടൈം ആകുന്നിടം വരെ നമ്മളിവിടെ ഇരിക്കുകയാണ് വേണ്ടത്. കുഞ്ഞിനെ എന്താണ്, അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ സ്റ്റിൽ അവിടുത്തെ സമയത്തിലാണ് നാട്ടിൽ വന്നതിന് ശേഷവും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളിതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ടിരിപ്പുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ഒരു ചെയിൻസ് ഓഫ് സംഭവങ്ങളുണ്ട്. പക്ഷെ രാത്രി വേണ്ടാന്ന് തോന്നുന്നു, കുറേയൊക്കെ അടച്ചേക്കുവാണ്. അപ്പുറത്തെ സൈഡിൽ വന്നിട്ടൊരു ടീ ഒക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ആ റൗണ്ട് ടേബിൾ കാണുന്ന ചായന്ന് എഴുതിയിരിക്കുന്ന നാട്ടിൽ അവിടെ ടീ ഒക്കെ കിട്ടും. പിന്നെ എന്താണ് DC ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റോളുണ്ട് അവിടെ. അങ്ങനത്തെ ചെറിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫാൻസി സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട. ഈ ചെയർസൊക്കെ കണ്ടോ, ഇതിങ്ങനെ 3 റോയിൽ ഇങ്ങനെ കുറച്ച് ചെയർസ് ഉണ്ട്. നമ്മളും അവിടെയാണ് ഒരു സീറ്റ് വെച്ചിരിക്കുന്നത്. ബട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഓടി നടക്കാണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ആ ചെയറിൽ ഇതുവരെ ഇരിക്കേണ്ടി വന്നില്ല. ബട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് ഒക്കെ. ഇത്രയും സീറ്റ്സുകൾ, അങ്ങനെ അധികം റഷൊന്നുമില്ല. അങ്ങനെയാണ് സംഭവം. പിന്നെ കൊച്ചിൻ എയർപോർട്ടല്ലേ, മറ്റേ ആനപ്പുറത്തിരിക്കുന്ന മനുഷ്യർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. കണ്ടോ, അങ്ങനെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അപ്പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും കിട്ടുക. ഇത് വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ബേബി ഫീഡിങ് റൂം ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് 2 ചെയർസ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു ഫീഡിങ് റൂം മാത്രമാണ്. ഇതിനകത്തൊരു വേസ്റ്റ് ബിൻ ഉണ്ട്. ഇത്ര മാത്രമേ ഈ റൂമിലുള്ളൂ ആക്ച്വലി. ഇത് വന്നിട്ട് അകത്തുനിന്നാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന്, ചേഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഇതിനകത്തില്ല. നമ്മൾ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രമേ ഇനി ബേബി ചേഞ്ചിങ് റൂംസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ചേഞ്ചിങ് ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കടത്തിയിട്ടാണ് കുഞ്ഞിനെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ജസ്റ്റ് ഒരു സ്പെയർ ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയ സമയം കൊണ്ട് കുഞ്ഞിനെ എൻ്റെ ഫോണൊക്കെ എടുത്ത് താഴെയിട്ട് ഇതുവഴി ഓടി നടക്കുകയാണ് ആള്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയണമെന്ന് ഓർത്തു. കുറച്ച് നേരം മുമ്പ് നിങ്ങൾ കുഞ്ഞിനെ കണ്ടത് വേറൊരു ഡ്രസ്സിലല്ലേ. ഇപ്പം എന്താ മാറ്റിയെന്ന് വെച്ചാൽ ആൾ ഒരു തവണ വൊമിറ്റ് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഞാൻ സ്പെയർ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആളുടെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പം എൻ്റെ ചേഞ്ചിങ് ബാഗിനകത്ത് ഒരെണ്ണമല്ലേ സ്പെയർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ലഗേജ് കൊടുക്കുന്നതിന് മുമ്പ് 2 എണ്ണം കൂടി ചേഞ്ചിങ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ എക്സ്ട്രാ ഡ്രസ്സ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ ഡ്രസ്സിലൊന്നും ആയില്ല, അതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് സ്റ്റിൽ എൻ്റെതും ഒരു സ്പെയർ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രാ സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ഉറപ്പായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് ഒരു രക്ഷയുണ്ടായില്ല. അതിൻ്റെ കൂടെ രാത്രിയിൽ കുഞ്ഞിനെ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായില്ല. ആ ഇമിഗ്രേഷൻ ക്യൂ ഇരുന്നപ്പോൾ കരഞ്ഞ് ബഹളം കൂടി സർവ്വ മനുഷ്യർ നോക്കുമായിരുന്നു. എനിക്കിങ്ങനെ സ്ട്രെസ്സ്, BP ഒക്കെ കയറി പോകണമല്ലോ. എല്ലാവരും പറയുമല്ലോ ഭയങ്കര കൂളായിട്ടിരിക്കുന്നു. എൻ്റെ BP എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ആൾ ഭയങ്കരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് ഉറക്കായി. അപ്പം തുടങ്ങി ഉറക്കമാണ്. നമ്മൾ 2 ആളും കൈ മാറി പിടിച്ചു, അങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു, ഒന്നും അറിയുന്നില്ല. ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ് ആൾ. സോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 9:30-ക്കാണ്. അപ്പോൾ ഇനി ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അത്രയും സമയം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ്ഡ് ആയി പോകണം എന്ന് വിചാരിക്കുകയാണ്. ഒരു ചേഞ്ചിങ് റൂമിൻ്റെ ഒരു പൊസിഷൻ വന്നിട്ട് ഈ കോർണറിൽ ഒരു ചെയർ ഉണ്ട്. അതേപോലെ വേറൊരു ചെയറും കൂടെ ഉണ്ട്. 2 ചെയറും പിന്നെ ഒരു ചേഞ്ചിങ് ടേബിളാണുള്ളത്. ആൻഡ് ഒരു വേസ്റ്റ് പിന്നുണ്ട്. പിന്നെ ഒരു സിങ്ക് ഏരിയ എല്ലാം കൂടെ ഉണ്ട് ഫുള്ളായിട്ടും. സോ ഇതാണ്. ആൻഡ്
ഇതാ കണ്ടോ, അത് നമ്മൾ ജസ്റ്റ് അതിങ്ങ് പുൾ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങ് തുറന്നു വരും. അതിനകത്ത് തന്നെ ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് കിടത്തുമ്പോഴത്തേക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെൽറ്റും കൂടെ അതിനകത്തുണ്ട്. നമ്മൾ ഇത്ര നേരം വന്നിട്ട് ഗേറ്റ് നമ്പർ 3 വെയിറ്റ് ചെയ്തിരുന്നത്. അതായിരുന്നു എമിറേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ്. അതൊക്കെ നമ്മുടെ ബോർഡിംഗ് പാസിലുണ്ടാവും. പിന്നെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആണ് ഇപ്പോൾ ബോർഡിങ്ങിനുള്ള സമയം. അപ്പോൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് ചെറിയ കുട്ടികളുള്ളപ്പോഴത്തേക്ക് അവർ നമ്മളെ നേരത്തെ തന്നെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് സമ്മതിക്കാറ് അനൗൺസ് ചെയ്യും. ചെറിയ കുട്ടികളുള്ളവർ ഫസ്റ്റിൽ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് ചെല്ലാം. ഇതിപ്പോൾ ഫ്ലൈറ്റിലോട്ട് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കോറിഡോർ പോലെ ഒരു സംഭവത്തിൽ കൂടെയാണ് നമ്മൾ നടന്ന് ഫ്ലൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണി നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ക്യാപ്പ് പതിയെ നൈസായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മൾ ഫ്ലൈറ്റിലോട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഈ ലാസ്റ്റിലുള്ള 2 സീറ്റ് മാത്രമുള്ള ഒരു അയൽ സീറ്റ്സ് ആണ് നമ്മൾ എന്താ പറയുക ചൂസ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് എയർ ഹോസ്റ്റസ് നമുക്ക് വേറെ കൊണ്ടുവന്ന് തരാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് ഒരു ലൂപ്പ് ഉണ്ട്. അത് നമ്മളുടെ മെയിൻ സീറ്റ് ബെൽറ്റിലോട്ട് നമ്മൾ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളുടെ ബെൽറ്റ് നമ്മൾ ഫാസ്റ്റൻ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ബെൽറ്റ് കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തും ഒക്കെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ അവർ അനൗൺസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഫാസ്റ്റൻ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ കൈയുടെ അടിയിൽ കൂടെ വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കൈയുടെ മേളിൽ കൂടെ ഒരിക്കലും വരരുത്. അപ്പോൾ അതൊക്കെയാണ് സീറ്റ് ബെൽറ്റിന്റെ കാര്യങ്ങൾ. അത് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം എപ്പോഴും തന്നെ. അതായത് സീറ്റ് ബെൽറ്റിന്റെ സിമ്പിൾ ഉള്ള ആ സമയത്തൊക്കെയും തന്നെ നിങ്ങളിത് യൂസ് ചെയ്യണം. ഇൻ കേസ് ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അവർ അനൗൺസ് ചെയ്യും ഇടയ്ക്കൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അപ്പം തന്നെ സീറ്റിലേക്ക് തിരിച്ചു വരണം. സേഫ്റ്റിക്ക് വേണ്ടി അതാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 2 മണിക്കൂറത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുണ്ണി ഉണർന്ന് ബിസ്ക്കറ്റ് കഴിപ്പൊക്കെ തുടങ്ങി. വലിയ പ്രശ്നമില്ല ഈ ഒരു സമയത്ത് കേട്ടോ. 4 മണിക്കൂറിന്റെ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആള്.
ഇപ്പൊ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നമുക്ക് 2.5 hours കണക്ഷൻ ആണ് കേട്ടോ, ഡബ്ലിൻ ഫ്ലൈറ്റ് എത്തുന്നതിന് മുമ്പ്. അവിടെ അപ്പൊ 2.5 hours കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും 8 hours ഫ്ലൈറ്റ് ആണുള്ളത് ഡബ്ലിനിലേക്ക്. അത് കുറച്ച് ലോങ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെന്താണ്, അപ്പൊ ഇതിനുള്ള ഇടയ്ക്കുള്ള ഈ 2.5 hours കണക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ദി ടൈം നമ്മളുടെ ഗേറ്റ് ഏതാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഗേറ്റ് നമ്മൾ എവിടെ എത്തണം. അപ്പൊ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അതിനിടയിൽ കുഞ്ഞുണ്ണീനെ ഒന്ന് ചേഞ്ച് ചെയ്ത് പറ്റുവാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ, നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാം, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ 2.5 മണിക്കൂർ പോകും കേട്ടോ. സമയം വന്നിട്ട് 12:50 നമ്മൾ ദുബായ് എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ഒരു 10-15 minutes ആയി നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ ഗേറ്റിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴി നമ്മൾ നിർത്തി ഇവിടെ ഇടയ്ക്ക് വന്നിട്ട്, അപ്പോൾ കുഞ്ഞിനെ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ബാത്റൂംസിൽ വന്നിട്ട് മെയിൽസിനുണ്ട് ഫീമെയിൽസിനുണ്ട്. കുഞ്ഞിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബേബി ചേഞ്ചിങ് റൂമുണ്ട്. അതുകൂടാതെ ഇവിടെ വന്നിട്ട് ഫാമിലി റൂമുണ്ട്. അതായത് ഫുൾ ഫാമിലിക്ക് ഇതിനകത്ത് വന്നിട്ട് കുഞ്ഞിനെ ചേഞ്ച് ചെയ്ത് ബാത്റൂം ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി പറ്റിയിട്ടുള്ള റൂമിലാണ് ഞാൻ. അടിപൊളി റൂമാണ് കേട്ടോ. ഈ റൂം നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം. കാരണം എല്ലാവരും കൂടെ വന്നിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് ഉണ്ടാകും. കാരണം നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല, അപ്പം പരസ്പരം മിസ്സായി പോകുന്നുള്ള ടെൻഷൻസ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ പുറത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഫാമിലി റൂം വന്നിട്ട് സൂപ്പറാണ്. ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. റൂം ഈ റൂമിൽ വന്നിട്ട് വീണ്ടും അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചേഞ്ചിങ് ടേബിൾ ഒക്കെ ഉണ്ട്. അത് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. മെയിൻ ആയിട്ട് ഞാൻ ഇത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമാണ് ഇത്. വന്നിട്ട് ഞാൻ ഇവിടെ ആണെങ്കിൽ ദുബായ് എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സ്ട്രോളർ സ്റ്റേഷൻസ് ഉണ്ട്. നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും, ഫ്രീ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതെടുത്തിട്ട് കുഞ്ഞിനെ അതിൽ വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ഗേറ്റിലോട്ടൊക്കെ എത്തുന്നതിന് വരെ നല്ലോണം ദൂരം നടക്കാനുണ്ട്. അപ്പം നമുക്കധികം ഫീൽ ചെയ്യില്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണതിന്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ വന്നിട്ട് ഡബ്ലിൻ ഫ്ലൈറ്റിലാണുള്ളത്. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. കുഞ്ഞിന് പതിയെ സെറ്റായിട്ട് വരുവാണ്. കുഴപ്പമില്ല, ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ സിപ്പ് ലോക്ക് ബാഗിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ട് പോകാനൊക്കെ വേണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ബാഗ്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെ ബേബി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ടേബിൾ വന്നിട്ട് വാളിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ലാച്ച് എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിൽ കിടത്തിയിട്ട് നമുക്ക് കുഞ്ഞിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടെ ടിഷ്യൂസ്, പല ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. ഫേഷ്യൽ ടിഷ്യൂ അല്ലാത്തത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഉണ്ട്. പിന്നെ കുഞ്ഞിന്റെ നാപ്പ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട്.
കുഞ്ഞിന് വീണ്ടും ഉറക്കം തുടങ്ങി. അതുപോലെ ഞാൻ കാണിച്ചിരുന്നില്ലേ കുഞ്ഞിനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രീ ഫിൽഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂബിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിന് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മോൻ ടീത്തിങ് ആണ്, അപ്പോൾ അവൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് കടിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സേഫ്റ്റി റീസൺ കൊണ്ടാണ് ഞാനത് സ്പൂണിൽ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഫ്ലിക്കറിംഗ് ടോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് അവൻ ഭയങ്കരമായിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ബോക്സസിൽ എടുത്തിട്ടുള്ള എന്താ പറയുക സ്നാക്സ് ഒക്കെ അവൻ ഭയങ്കരമായിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ കംഫർട്ടിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഡബിളിൽ എത്തും കേട്ടോ. എന്താ പറയാ ഫൈനലി എന്താ പറയാ കുറെ കരച്ചിൽ, കുറച്ച് ഫസ്റ്റ്, കുറച്ച് നല്ല സമയങ്ങൾ, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻ ആണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. കുട്ടികളാണ്, അവർ ഉറപ്പായിട്ടും ഫ്ലൈറ്റിൽ കരഞ്ഞു എന്നൊക്കെ ഇരിക്കുക. അതൊന്നും കേട്ട് നിങ്ങൾ ടെൻസ്ഡ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കുക 8 മണിക്കൂർ 10 മണിക്കൂർ എത്രയാണോ നിങ്ങളുടെ ഫ്ലൈറ്റ് ടൈം, അത് കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുട്ടികൾ ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അത് മാത്രം മനസ്സിൽ വെച്ചേക്കുക. ബി പോസിറ്റീവ്. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, കംഫർട്ടബിൾ ആക്കി വെക്കാൻ ശ്രമിക്കുക, നിങ്ങളും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മള് ഡബ്ലിൻ എത്തി. ഏകദേശം 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഡബ്ലിൻ എത്തി. ചെക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെയാണ്, 10 ഡിഗ്രി 8 ഡിഗ്രി ഒക്കെ ഉള്ളൂ. അപ്പോൾ ആൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. എനിക്കെന്താ അറിയില്ല, പനിക്കാനാണോന്നും അറിയില്ല, തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദന, ഇതൊക്കെ അസ്വസ്ഥതകളാണ്. എന്തായാലും നാളെ ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. ഇനിയത്തെ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് ജേർണി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലൈറ്റ് ജേർണി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.